സഭാചരിത്രത്തിലെ ഒരു 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു വലിയൊരു വിശുദ്ധയുടെ ഒരു താപസ്വിനിയുടെ ചരിത്രം പറയാൻ ആഗ്രഹിക്കുക. അതായത് ഒരുപക്ഷെ അച്ഛന്മാർക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് മറിയം ഓഫ് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു സന്യാസിനെ കുറിച്ച്, ഒരു താപസ്വിനിയെ കുറിച്ച്, മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഗണത്തിലും മരുഭൂമിയിലെ അമ്മമാരെന്ന് പറയുന്ന വിശുദ്ധരായ സ്ത്രീകളുണ്ട്, അവിടെ ഗണത്തിലും പെടുന്ന ഒരു വ്യക്തിയാണ് മറിയം ഓഫ് ഈജിപ്ത് എന്നുള്ള ആള്. 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന 4-5 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത്. ഒരു ചരിത്രം ഇങ്ങനെ കേട്ടിരിക്കുന്ന നല്ലതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സൊഫ്രേനിയൂസ് എന്ന് പറയുന്ന ഒരു ജെറുസലേമിലുണ്ടായിരുന്ന പേട്രിയാർക്ക് തൻ്റെ ഒരു ബയോഗ്രഫിയിലാണ് ഈ ഒരു വിശുദ്ധയെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് കിടക്കുന്നത്? ഈ മകളുടെ 12 വയസ്സ് വരെ, ശരിക്കും ഇത് അലക്സാൻഡ്രിയയിലായിരുന്നു ജനിച്ചു വളർന്നത്. അലക്സാണ്ട്രിയ ഈജിപ്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് ജനിച്ചു വളർന്ന ഇവള് 12 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവളൊരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇവള് മാറിയെന്ന് പറഞ്ഞു. ഇവള് തൻ്റെ ശരീരം വിറ്റ് ജീവിക്കാം. അവൾ പണമല്ല അവളുടെ ലക്ഷ്യം, ഇപ്പോൾ സുഖമാണ് ലക്ഷ്യം. ഈ ലൈംഗിക ആസ്വാദനം അല്ലെങ്കിൽ പ്രഷർ സീക്കിങ്, സുഖത്തിന് വേണ്ടി ഇവളിങ്ങനെ ജീവിക്കുകയാണ്. അപ്പം അങ്ങനെ കാണുന്നവരോടെല്ലാം തെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇവർ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നാണ് അതിനകത്ത് വചനത്തിൽ കിടക്കുക. ആ ചരിത്രം കിടക്കും 12ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങാം. അപ്പം അങ്ങനെ ഇവളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 18-18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളിങ്ങനെ ആ നാളുകളിൽ ഈ ജെറുസലേമിൽ ഒരു വലിയ സംഭവമുണ്ട്. അതായത് നമ്മുടെ കർത്താവിൻ്റെ കുരിശ് രൂപം കണ്ടെടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെയുള്ളതാണ്. അതിനുശേഷം അവിടെ ഒരു കർത്താവിൻ്റെ കുരിശ് രൂപം വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ബെസുലിക്ക, ജെറുസലേമിൽ, ഇസ്രായേലിൽ ജെറുസലേമിൽ വലിയൊരു ബെസുലിക്ക പറഞ്ഞു. അവിടെ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ വരും, എല്ലാ വർഷവും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ജെറുസലേമിൽ വെച്ച് നടക്കുന്നറിഞ്ഞപ്പോൾ ഈ ഒരുപാട് ആളുകൾ തീർത്ഥാടകരായിട്ട് അവിടേക്ക് പോകുന്നു. ഒരുപാട് പേര് ഈ കർത്താവിൻ്റെ തിരുക്കുരിശ്, ഈശോ കുരിശ് തെറച്ച ആ കുരിശ് കണ്ട് അതിന് വണങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടേക്ക് തീർത്ഥയാത്രയായിട്ട് പോവുകയാണ്. ചിലർ കപ്പൽ മാർഗത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയേറെ ജനം എങ്ങോട്ടോ പോകുന്നു? പറയുന്നുണ്ട് ഇവർ മുഴുവനും പോകുന്നു ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകൾ പോകുന്നു പറയുമ്പോൾ ഇവളും ഇവരുടെ കൂട്ടത്തിൽ പോയി കയറും, ഈ കപ്പലിൽ പോയി കയറും. ഇവളിൽ പൈസയൊന്നുമില്ല, പക്ഷേ അവരോട് പറയും ഞാൻ ശരീരം തന്നേക്കാം, പൈസ. അപ്പോൾ അവർ പറയും നീ ശരീരം തന്നാൽ മതി, പൈസ തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ തെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവൾ പോകുന്നത്. കുറേയും കൂടെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവൾ പോവുകയാണ്. അങ്ങനെ പോയി ഇവള് ജെറുസലേമിൽ ചെന്നു. ജെറുസലേമിൽ ചെന്നിട്ട് ഈ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ ആ തിരുനാൾ ദിനമായപ്പോഴേക്കും അവിടെ ചെന്ന് ആ പള്ളിയിൽ ആ ബെസുലിക്ക ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇതുപോലത്തെ വലിയ ദേവാലയത്തിലേക്ക് ഇങ്ങനെ ആളുകൾ പോയി കയറിക്കൊണ്ടിരിക്കും. ഇവിടെ അവർ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞ ചരിത്രം എങ്ങനെയാണ്? ഈ അവിടുത്തെ ആനവാതിലിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അവിടെ ചെന്ന് ദേവാലയത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുക്കുരിശ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ആലയത്തിൻ്റെ വാതൊക്കെ ചെന്നപ്പോൾ ഒരു അതിഭൗമിക, ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതിഭൗമികമായൊരു ശക്തി ഇവളുടെ ദേഹത്ത് വന്ന് ഇങ്ങനെ അടിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ഇവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇവൾ പുറകോട്ട് വീഴുകയാണ്. വീണ്ടും അവൾ എഴുന്നേറ്റ് എന്തോ ഒരു ശക്തി ഇവളെ പുറകോട്ട് തള്ളിക്കളയുന്ന പോലെ വീട് 3 പ്രാവശ്യത്തോളം ഇവിടെ ശ്രമിച്ചപ്പോഴത്തേക്ക് ഇവൾക്ക് കയറാൻ പറ്റുന്നില്ല. ഇവൾക്ക് ആകെ വിഷപ്പേടിയായി, പെട്ടെന്ന് ഭയപ്പെട്ടു പോയിട്ട് ഈ പള്ളിയുടെ മുറ്റത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ട ഉണ്ട്, മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുക്കൽ പോയിട്ട് ഇവള് കരഞ്ഞുകൊണ്ട് അപ്പം ഇവൾക്ക് മനസ്സിലായി ഇവൾക്ക് കയറാൻ പറ്റാത്തതിൻ്റെ കാരണം, ഈ വിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവളുടെ ജഡിക ജീവിതം കൊണ്ടാണെന്ന് ഇവൾക്ക് മനസ്സിലാകുകയാണ്. പെട്ടെന്ന് ബോധോദയം ഉണ്ടാകുകയാണ്. ഈ അശുദ്ധിയുടെ പണം, സുഖം, ഇതിൻ്റെ ജീവിതം കൊണ്ടാണ് എനിക്ക് ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ആ ആലയത്തിലേക്ക് കയറാൻ പറ്റാത്തത്. അവിടെ ഇവൾ ഭയന്നിട്ട് ഈ മാതാവിൻ്റെ അടുക്ക് പോയിട്ട് ഇവൾ ഇങ്ങനെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് കരയണം, മാതാവ് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, എനിക്കിപ്പോൾ ദേവാലയത്തിൽ കയറാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയോടാണ് ഈ മറിയം പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ എനിക്ക് ദേവാലയത്തിൽ കയറണം, എനിക്ക് കർത്താവിൻ്റെ കുരിശിനെ വണങ്ങണം, എനിക്ക് മേലിൽ പാവം ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയണം. അപ്പോഴേക്കും ഇവൾ അത്ര അനുദപിച്ച് പശ്ചാത്തപിച്ച ശേഷം ഇവൾ ഈ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ ആദ്യം വന്നിരുന്ന ആ ഒരു ശക്തി, ഇവളിങ്ങനെ പുറകോട്ട് തള്ളിക്കളയുന്ന ആ തിന്മയുടെ ആ ഒരു ശക്തി പിന്നെ ഇവളിലേക്ക് വരുന്നില്ല. അവൾ സുഗമമായിട്ട് അകത്ത് കയറിയിട്ട് നമ്മുടെ കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ ചുവട്ടിൽ അവിടെ പോയി മുട്ടുമേന്നവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതകാലം ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ഇവൾ പശ്ചാത്തപിക്കുന്നത് കാണാൻ പറ്റും. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ശ്രവണത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സംഭവത്തിന് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പ്രിയപ്പെട്ട ഒരു വിശുദ്ധി എന്താ പുണ്യം? എന്തിനാണ് വിശുദ്ധരൊക്കെ പരിഹാരവും പ്രായശ്ചിത്തവും നടത്തി അവരെ ഈ പുണ്യപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അവരുടെ മുമ്പിൽ സ്വർഗമാണ് ലക്ഷ്യം. അതാണ്
ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ്, ജീവിത വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. മരുഭൂമിയിലോട്ടൊക്കെ പോകുന്നതും ചിലപ്പോൾ ഒരു കഠിന തപസ്സും ഉപവാസവും പരിഹാരവും, ചിലപ്പോൾ ശരീരത്തിൽ ചാട്ടയടികളും അല്ലെങ്കിൽ മുള്ളരഞ്ഞാണവും ഒക്കെ ധരിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി പാലിക്കുമ്പോൾ അവിടെ മുമ്പിൽ അവർക്ക് നിത്യത സ്വർഗമാണ് അവർ ലക്ഷ്യം. അതാണ് 1 പത്രോസ് 1:15 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധനായിരിക്കണം. ഞാൻ പറയും, നിങ്ങൾ ധ്യാനമൊക്കെ കൂടാനും കൺവെൻഷൻ കൂടാൻ വരുമ്പോൾ എനിക്ക് ഈ നാളിനെ ഒത്തിരി ഞാൻ ചെയ്യാറില്ല. ഞാൻ ഒത്തിരി എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ എന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം വേറൊന്നുമല്ല, കുറേ ആളുകൾ ഇങ്ങനെ അവിടെ കുറേ മണിക്കൂർ വചനം കൊടുത്ത് ഒരുക്കി അവരെ വിശുദ്ധിയിലേക്ക് എന്നാൽ ഈശ്വരൻ നീ വേറൊന്നും ശ്രദ്ധിച്ചേക്കരുത്, ജനത്തെ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, നീയും വിശുദ്ധീകരിക്കപ്പെടുക. വേറൊന്നും വിലയുള്ളതല്ലത്. ദൈവത്തിന്റെ മുമ്പിൽ വേറെയൊന്നുമില്ല. ചിലരുടെ മണിക്കൂറിലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ആ മുഴുവൻ ഭൗതിക ധർമ്മം, ആ കാര്യം നടക്കണം, ഈ കാര്യം നടക്കണം, മകന് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഇതിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ അതിനു അല്ലാതെ ആ മകന്റെ മാനസാന്തരവോ അവന്റെ വിശുദ്ധ ജീവിതമോ ദൈവസ്നേഹമോ അതൊന്നും യാതൊരു പ്രാധാന്യമില്ല. മകൻ കുമ്പസാരിക്കാൻ വേണ്ടി ആരും മധ്യസ്ഥ പ്രാർത്ഥന നടത്താറില്ല. മകള് മാനസാന്തരപ്പെടാൻ വേണ്ടി അവർ കാര്യം, ഒരു വീട്, കൊട്ടാരം, ഇത് പണിയുക, വിദേശത്ത് പോവുക, ജോലിക്ക് പോവുക, അത് കിട്ടുക, ഇതിനു വേണ്ടി ദൈവത്തെ. അതാണ് പരിശുദ്ധമായ പാപം തന്നെയാണിത്. ശബ്ദം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ശബ്ദം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. 2 കരമത്തെ ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ചേ. അങ്ങനെ ഇവള് ദേവാലയത്തിൽ കയറുന്നു. പൗൽ പറയുന്നുണ്ട് ആദ്യം, ഇതിലെ ഈ ജഡിക പാപം മൂലമാണ് എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പോട്ട് കണ്ണുനീരൊടുക്കി പറഞ്ഞു, അമ്മ ഇനി ഞാൻ ഒരിക്കലും ഈ പാപം ചെയ്യില്ല. തിന്മ കടുകൾ പേടിച്ച് ഇവളുടെ ഒരു പൈശാചിക ശക്തിയായിരുന്നു ഈ ജഡികാസക്തിയുടെ. അത് വിട്ടുപോയി. പിന്നെ ഇവള് അകത്തോട്ട് കയറി കർത്താവിൻ്റെ കുരിശിനെ ഉണങ്ങി. അതിനുശേഷം അവളോട് ഇങ്ങനെ ആ കുരിശിൻ്റെ ചുവട്ട് ഒരു ശബ്ദം കേട്ടെന്നാണ് പറയുന്നത്, നീ ഇവിടുന്ന് പുറത്തിറങ്ങി യോർദാൻ റിവർ ഉണ്ട് തൊട്ടടുത്തന്നെ, ജോർദാൻ റിവർ, അത് കടന്ന് ഈ മരുഭൂമിയിലേക്ക് പോവുക, നിനക്ക് വേണ്ടി ഒരു സ്ഥലം അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്വരം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അവൾ എഴുന്നേറ്റ് പുറത്ത് കിടക്കുന്നതായിട്ടും അവിടുന്ന് പുറത്തിറങ്ങി അവൾ അതിനടുത്തുള്ള ആ ഒരു ജോർദാൻ നദിയുടെ തീരത്തുള്ള ഒരു മൊണാസ്ട്രി, വിശുദ്ധ അതായത് നമ്മുടെ കർത്താവ്, അതായത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ സ്നാപയോഹന്നാൻ്റെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ മൊണാസ്ട്രി ചെന്നിട്ട് അവിടെ ഒരു വൈദികനെ കണ്ടുമുട്ടിയിട്ട് അവൾ കുമ്പസാരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കുകയാണ്. മണിക്കൂറുകൾ കുമ്പസാരിച്ച് പാപം മുഴുവനും തൻ്റെ ജീവിതത്തിൽ പണത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, പേരിന് വേണ്ടി, ആഭരണങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓട്ടമായിരുന്നു ഇവള്. അപ്പം അതുപോലെ നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി അതെല്ലാം ഓർത്ത് ഇവൾ കുമ്പസാരിച്ച് പാപമോചനം മേടിച്ചിട്ട് അവൾ കുർബാന സ്വീകരിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങി അവിടെയുള്ള റോഡ് സൈഡിലുണ്ടായിരുന്ന ചെറിയൊരു ഷോപ്പിൽ നിന്നും ചെറിയൊരു ബ്രെഡ് കഷ്ണം, അത്യാവശ്യം ഒരു ബ്രെഡ് മാത്രം എടുത്തുകൊണ്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ യോർദാൻ നദി കടന്ന് ഇവൾ അക്കരയ്ക്ക് അങ്ങ് പോവുകയാണ്, തനിച്ചങ്ങ് പോവുകയാണ്. പോയി തപസ് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. പിന്നെ ഇവളെ ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ പോവാണ്. പിന്നെ അവളൊരു ചരിത്രം പിന്നീട് പറയുന്നു. പിന്നെ സൊസിമാസ് എന്ന് പറയുന്ന ഒരു മങ്കായ ഒരു വൈദികൻ പിന്നീട് ഇവളെ കണ്ടുമുട്ടുന്നുണ്ട്. ഇവളവിടെ ഒരു 47 വർഷം ഇവൾ ഈ മരുഭൂമിയിൽ ചെലവഴിച്ചത്, 47 വർഷം ചെലവഴിച്ചത് ചരിത്രം പറയുന്നത്. അവിടെ വെച്ചൊരു സൊസിമാസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഈ മകളെ കണ്ടുമുട്ടുന്നു. അവരിങ്ങനെ ഒരു തപസ് പ്രാർത്ഥനയ്ക്കായിട്ട് കുറേ വൈദികർ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ലണ്ടൻ സിസ്റ്ററില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ ഇങ്ങനെ കണ്ടുമുട്ടുന്നൊരു ചരിത്രമുണ്ട്. അപ്പോഴാണ് ഇവളോട് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞാൻ പാവിനിയായിരുന്നു, കർത്താവിനോട് കരുണ കാണിച്ചു, ഇവളാസ്വദിച്ച് വിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ട് ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവള് നിലത്തുനിന്ന് ഉയർന്നു പോകുമെന്ന് പറയും. ഇവള് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശം ഉയർന്ന് കാണാൻ പറ്റും. ഒരുപാട് ചരിത്രം. അത് പിന്നീട് അത് ഒരു വലിയ സംഭവമാണ്. അവൻ വലിയ ഹോളിയായിട്ടൊക്കെ മാറും. ഒരുപാട് മിറക്കൾ ഇവിടെ നടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവൾ വിശുദ്ധിയിലേക്ക്, അപ്പോൾ അവൾ പറഞ്ഞു, നീ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 47 വർഷവും. ഹല്ലേലൂയ. ഇതെങ്ങനെ ജീവിച്ചെന്നൊക്കെ ഇവർ ചോദിക്കും. നിന്നെ ഏതെങ്കിലും മൃഗങ്ങൾ നിന്നെ ആക്രമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഒരു മൃഗങ്ങൾ എന്നെ ആക്രമിച്ചിട്ടില്ല, പക്ഷെ എന്നിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ഇല്ലായ്മ ചെയ്യാൻ 20 വർഷം എടുത്തെന്നാണ് പറഞ്ഞത്. I took more than 20 years to conquer the animals attacking
ഫ്രം മീ വിത്തിൻ മീ. എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങളെ ഇല്ലായ്മേന് 20 വർഷത്തോളം ഞാൻ തപസ്സെടുത്ത് പരിഹാരം, ഉപവാസം, വിശുദ്ധിയിലേക്ക് വരാൻ. അപ്പം അതിനോട് ഇപ്പോൾ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ പറയും. ദൈവവചനം പറയുമ്പോൾ സ്വസ്യമാസ്വദിക്കും, ഈ ബൈബിള് വായിച്ചിട്ടോ? അവൾ പറഞ്ഞാൽ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിൾ കണ്ടിട്ട് പോലും. പിന്നെ അങ്ങനെ ബൈബിള് അപ്പോൾ പറയുന്നുണ്ട്, വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവവചനം നമുക്ക് കേൾക്കാൻ പറ്റും. അതാണല്ലോ ഏലിയ പ്രവാചകനൊക്കെ വിശുദ്ധിയിൽ കഴിയുമ്പോൾ ദൈവ ശബ്ദം ഒറിജിനായിട്ട് കേൾക്കാൻ പറ്റും. സ്നാപയോഹനാനൊക്കെ മരുഭൂമിയില് തപസ്സും പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവവചനം. വിശുദ്ധിയാണ് പ്രിയപ്പെട്ടവർ വേണ്ടത്, വിശുദ്ധിയാണ് വേണ്ടത്. ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധി നേടുന്നതാണ് അത്ഭുതം. വിശുദ്ധി നേടിയിട്ടില്ലെങ്കിൽ ബാക്കിയൊന്നും അത്ഭുതമൊന്നുമല്ല, അത് വലിയ അത്ഭുതമായിട്ട് കാണേണ്ട. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ അത്ഭുതങ്ങൾ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാറില്ല, അടയാളങ്ങൾ എന്നൊരു വാക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമുക്കറിയാം, നമുക്ക് ക്രൈസ്തവരായ നമ്മൾ പലപ്പോഴും ഭൗതികതയില്ല, പണമില്ല, സമ്പത്തില്ല, പലപ്പോഴും നമ്മളങ്ങനെ ഭയങ്കര പരാതികളും പരിഭവങ്ങളും, നമുക്ക് വളർച്ചയില്ല. ഇസ്രായേൽ ജനത്തെ 40 വർഷം മോശം മരുഭൂമിയിലൂടെ കൊണ്ടുപോയപ്പോൾ അവർക്ക് എന്നെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മുകളിലെ ആകാശത്താളം മണലാരുണ്ട്. അത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം ശുദ്ധീകരിക്കുക. പക്ഷെ അവർക്ക് ദൈവം ഒരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രോമിസാണ് നിത്യതയിലുള്ള യേശു ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16, 17, 15, 16, 17 അവിടെ പറയുന്നുണ്ട്, വളരെ വലിയ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവൻ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും പണക്കാരനെ കാണുമ്പോൾ എഴുന്നേറ്റ് വയ്ക്കും, പദവി കൊണ്ട് ഭയങ്കര സംഭവം, വലിയ ആളാവും. പക്ഷെ അവൻ ആരാന്നറിയാവോ, ഇവളാരാന്നറിയാവോ, അവൻ ആളത്. ഇതൊന്നും കാര്യമില്ല. മരിച്ചു കഴിഞ്ഞ് ദൈവത്തിനെ ചെല്ലുമ്പോൾ ഇവൻ ആരായിരിക്കും? ധനവാന്റെ ലാസ്റ്റിന്റെ ഭൂമിയില് ഈ ധനവാൻ മരിച്ച ശേഷം അവരെവിടെയാ കിടക്കുന്നത്, ലാസർ എവിടെയാ ഇരിക്കുന്നത്? അപ്പൊ ആരാണ് വലുതാരാണ്? സ്വർഗരാജ്യത്തിൽ ആരാണ് വലുത്? അതലേറ്റ് സ്വർഗരാജ്യത്തിൽ ആരാണ് വലുത്? ഇവിടെ ആരാ? ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ പദവികൾക്കൊന്നും ഒരു കാര്യമില്ല. വിശുദ്ധി നേടിയെടുക്കുക. വിശുദ്ധിക്ക് വേണ്ടി വെറുതെ ആഗ്രഹിക്കരുത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈ മറിയം ഓഫ് ഈജിപ്തിന്റെ ചരിത്രം ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത് എനിക്കിതാ, ഇവള് വിശുദ്ധിയില്ല, നമ്മളെല്ലാവരും വിശുദ്ധിയില്ലാതെ ധൈര്യമായിട്ട് എല്ലാവരും പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നേ, സ്വർഗത്തിൽ കയറാവുന്നേ, എങ്ങനെ പോയാലും സ്വർഗത്തിൽ കയറാവുന്നേ, മദ്യപിച്ചാലും കുഴപ്പമില്ലെന്നേ, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ കുടുംബജീവിതം നയിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ പൗരോഗതി ജീവിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ സന്യാസ ജീവിതം കുഴപ്പമില്ല, നമുക്ക് എല്ലാം സ്വർഗത്തിൽ കിട്ടുന്നു, ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പോലെയാണ് നമ്മൾ. ഇവള് ഇങ്ങനെ എല്ലാം തെറ്റ് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ കണ്ടു ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറയ്ക്കുന്ന കർത്താവിൻ തിരുക്കുരിശ് ദേവാലയത്തിൽ കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു തടസ്സം ഇങ്ങോട്ട് വരുന്നത്. സൂപ്പർ നാച്ചുറൽ പവർ വന്ന് അവളെ അടിച്ച് താണിട്ട് അത് പുറകോട്ട് അവർ കയറാൻ പറ്റുന്നത്. ദേവാലയത്തിനോട്ട് ഒരു കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, കാലെടുത്ത് വെക്കാൻ പറ്റും. ഒരു വിശുദ്ധിയില്ലാതെ കർത്താവിൻ്റെ സ്ഥലത്ത്, കർത്താവിൻ്റെ മലയിൽ ആര് കയറും? കർത്താവിൻ്റെ അങ്കണത്തിൽ ആര് പ്രവേശിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും, ഭീതി പ്രവർത്തിക്കുന്നവനും, ഹൃദയത്തിൽ സത്യമുള്ളവനും, ധാവ് കൊണ്ട് വാഞ്ചിക്കാത്തവനും. അത് വലിയ കാര്യമാണ്. ഈ നാളിൽ നമ്മൾ പലതിനു വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി നമ്മൾ യുദ്ധങ്ങളും സമരങ്ങളും പ്രശ്നങ്ങളും തല്ലുകളും ബഹളങ്ങളും പാപമൊക്കെ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ എടുക്കുമ്പോൾ നമുക്ക് വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നേടിയാലും, നീ ഉദ്ദേശിച്ച കാര്യം നടന്നാലും, നീ ഉദ്ദേശിച്ച കാര്യം നിന്റെ കഴിവും പ്രാപ്തിയും ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിച്ച് നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എനിക്കെന്ത് പ്രയോജനം? രണ്ട് കരം പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. തിരുസഭ ഏറ്റവും കൂടെ ബഹുമാനിക്കുന്ന അംഗീകരിച്ചിട്ടുള്ള ഒരു വിശുദ്ധരുടെ കണക്കപ്പെടുന്ന വിശുദ്ധ അമ്മ തെരേസയെ, അതായത് സെന്റ് തെരേസ ഓഫ് ആവില, അവരുടെ ചരിത്രം വലിയൊരു ചരിത്രമാണ്. അവളുടെ ജ്ഞാനം
അവളുടെ കൃപകളെ കുറിച്ച് സഭ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ദൈവശാസ്ത്രന്മാർ ഈ വിശുദ്ധിയുടെ ചരിത്രം വചനങ്ങൾ പഠിച്ചുകൊണ്ട് വലിയ പ്രബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ്, തീസിസുകൾ എഴുതുന്നതാണ്. അപ്പൊ ഈ പുണ്യവതിയുടെ ചരിത്രത്തിൽ വളർന്നുണ്ടെന്ന് റെവലേഷൻസ് പരിശുദ്ധാത്മാവ് മകളോട് സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിലൊരു സംഭവമാണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. സ്വർഗത്തെക്കുറിച്ച് ദർശനം കൊടുത്തിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള ഒരു ദർശനം പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ അമ്മ തെരേസയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രകാരം എഴുതിക്കുന്നത് പറയുന്നുണ്ട്, ഓരോ ദിവസവും ശ്രദ്ധിച്ചാൽ ഓരോ ദിവസവും 10,000-കണക്കിന് ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോയി വീഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ അടുത്തെഴുതിക്കുക, അതിൽ വൈദികരുണ്ടായിരുന്നു, പുത്രന്മാരുണ്ടായിരുന്നു, ദൈവജനമുണ്ടായിരുന്നു, നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു, എല്ലാ മേഖലയിലും പെട്ടവരുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ അമ്മ തെരേസയുടെ ദർശനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണത്. നമ്മൾ സീരിയസ് ആയിട്ട് ബൈബിളിലെ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച്, ഒറിജിനലായിട്ട് വായിച്ച്, വെള്ളം ചേർക്കാതെ വായിച്ചാൽ അവരും ഇത് തന്നെ പറയുന്നു. ഇതേ ഭാഷകൾ. പ്രിയപ്പെട്ടവരെ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ ഇതല്ലത്, ഇവിടെ അല്ലത്, വരാൻ പോകുന്ന രാജ്യമാണ്. സഭയിലൂടെ നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കപ്പൽ എന്ന് പറയാൻ പറ്റുള്ളൂ സഭ. അപ്പൊ ആ സഭ അതിലൂടെ ദൈവജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്, വിശുദ്ധിയിലെത്തിക്കുക. 2 കരവത്ത് പറഞ്ഞ് ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ധ്യാനം നടത്തിയ, ജർമ്മൻസിന് വേണ്ടിയുള്ള ധ്യാനമായിരുന്നു. അതെന്നെ സഹായിച്ചത് ഒരു അച്ഛനെയോ, ആള് വളരെ മിടുക്കനായ ഒരു വൈദികൻ, ജർമ്മനായ അച്ഛനാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചതും അതുപോലെ തന്നെ ആരാധനയെല്ലാം നടത്താൻ വേണ്ടി കുർബാന കൊണ്ട് എടുത്തു. കാരണം അച്ഛൻ്റെ പള്ളിയാണ്. അച്ഛനൊരു ലുഫ്താൻസയിലെ എനിക്കൊന്ന് വലിയ ഫ്ലൈറ്റ്, ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പൈലറ്റായിരുന്നു. എനിക്കൊന്ന് ആൾക്കൊരു മാസം അറൗണ്ട് എൻ്റെ ഒരു അറിവിലൊരു 20 lakhs rupees എങ്കിലും പെർ മന്ത് സാലറി കിട്ടുന്ന വ്യക്തിയാണ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നിത്യത്തെക്കുറിച്ച് ആളെ മേഘത്തിൻ്റെ മുകളിലൂടെ പോയപ്പോഴാണ് ഇത് കൊണ്ട് കാര്യമില്ല, എപ്പോഴാണ് താഴെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി, ബോധോദയം, എൻലൈറ്റൻമെന്റ്. ആള് ജോലി രാജിവെച്ചു, കളഞ്ഞിട്ട് പോയി സെമിനാരിൽ വെച്ചു, വൈദികനായി, വിശുദ്ധനായ വൈദികൻ, ഫുൾ ടൈം ലോകയ്ക്ക് ഇട്ട് നല്ല പ്രയർഫുള്ളായിട്ട്. എനിക്കൊരു ഭാഗ്യമായിരുന്നു അച്ഛൻ്റെ ആ പള്ളിയിൽ ജർമ്മൻസിന് വേണ്ടി ഒരു ധ്യാനം നടത്തിയത്. ഇതൊക്കെ അച്ഛൻ വന്നിട്ട് വിശുദ്ധ കുർബാനയുടെ പല തീക്ഷണം. അപ്പം എന്നോട് ഇവർ പറയുന്നത് ഈസ് എ പൈലറ്റ് ഫാദർ. ഭയങ്കര സംഭവമായിട്ട് പറയും. ഇതുപോലെ ഞാൻ മറ്റൊരു വൈദികനെ ഞാൻ കണ്ടു. അത് ഈ സ്കോട്ട്ലൻഡിൽ വെച്ചാണ്. സ്കോട്ട്ലൻഡൊക്കെ ഒരുപാട് മദ്യത്തിൻ്റെ ഒക്കെ ഒരു തറവാടെന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറയുന്നത്. ആളുകളിങ്ങനെ ഒത്തിരിയേറെ മദ്യപാനവും പരിപാടിയും എല്ലാം ഭയങ്കര ആർഭാടമായിട്ട് ജീവിക്കുന്ന, സുഖം മാത്രം, ലൈഷറാണ്, ലോകസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ കൂടെ. പക്ഷേ ഈ വൈദികന് വലിയൊരു നല്ല പൊസിഷൻ, ആൾ നിങ്ങളുടെ വലിയൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ട് പ്രൊഫസറും കൊണ്ടാണ് പുള്ളി. അത് ജോലിയിൽ നിർത്തിയിട്ട് പോയിട്ട് അച്ഛനാകാൻ പോയി, പ്രീസ്റ്റായിട്ട് ആൾ വന്നിട്ട് ഇടവേരിക്കും. അപ്പം ഞാൻ ഈ അച്ഛൻ്റെ മുറിയിലാണ് എൻ്റെ ഉച്ചയ്ക്ക് അച്ഛൻ സാറിന് അവരവരുടെ മുറിയിൽ നമ്മളൊന്നും ഇങ്ങനെ കിടത്തുന്ന സ്വഭാവമൊന്നുമില്ല. എനിക്ക് തന്ന ഒരു അച്ഛൻ അപ്പോൾ പുള്ളിങ്ങനെ ഫുൾ ടൈം ബ്ലാക്ക് ക്യാസൊക്കെ കിട്ടുകൊണ്ട് ഈ മനുഷ്യൻ്റെ നടക്കുന്നതും പോകുന്നതും പ്രാർത്ഥിക്കുന്നതും മുറിയും നല്ല ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പോൾ ആളെന്നോട് പറയുമായിരുന്നു, ഫാദർ ഡൊമിനിക്, there is only one reality, that is heaven. Praise the Lord. നമ്മൾക്കൊരു ലക്ഷ്യമുള്ളൂ കേട്ടോ, സ്വർഗത്തിലെത്താൻ വേണ്ടി മാത്രമാണ്. Praise the Lord. നമ്മൾ ജീവിക്കാൻ വേറൊന്നും ചോദിക്കരുത്, ദൈവത്തോട് നമ്മൾ വേറൊന്നും ചോദിക്കരുത്, വേറൊന്നും ആവശ്യപ്പെടും. കാരണം ഒന്നേ ആവശ്യമുള്ളൂ. മറിയത്തോട് അല്ലേ, മർത്തയും മറിയുള്ളപ്പോൾ ഈശോ പറഞ്ഞത്, മറിയത്തോട് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് ദൈവത്തോടു കൂടിയുള്ള ജീവിതം, നിത്യതയിലുള്ള ജീവിതം, അതേയുള്ള ആവശ്യം. വേറൊന്നും ആവശ്യമുള്ളതല്ല, വേറെ ഒന്നും ആവശ്യമുള്ളതല്ല. അതാണ് ഇന്നത്തെ ലോകം കയറി പിടിച്ചുകൊണ്ടിരിക്കുക, ലോകാരൂപി കയറി പിടിച്ചു. അതുകൊണ്ട് ഞാൻ പറയും, എന്നോട് ഈശോ പറയുന്ന ഒരു ബോധ്യം ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുക. 2 കൊടുത്ത് ഹല്ലേലൂയ.